ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്ലിക്കറിംഗ് ഫ്രെയിംസ്. ഒരു ഞായറാഴ്ച ദിവസം രാവിലെ ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്ര തിരിച്ചു. കേരളത്തിൽ നിന്നും തെലങ്കാനയിലെ ഹൈദരാബാദിനടുത്തുള്ള സിക്കന്ദരാബാദിലേക്കാണ് നമ്മുടെ ട്രെയിൻ യാത്ര. എന്നും തിരുവനന്തപുരത്ത് നിന്നും സിക്കന്ദരാബാദിലേക്ക് ശബരി എക്സ്പ്രസ് പോകുന്നുണ്ട്. ട്രെയിൻ യാത്രകൾ ചെയ്യാൻ പ്ലാനുള്ളവർ മാക്സിമം നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുക. ഏകദേശം 11:40 ആയപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 3 ട്രെയിൻ എത്തി. ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. ഭാരതപ്പുഴയെ കുറുകെ കടന്ന ട്രെയിൻ പാലക്കാട് വാളയാർ റെയിൽവേ സ്റ്റേഷൻ കടന്ന് തമിഴ്നാട്ടിൽ കയറി. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പ് എന്ന ആപ്ലിക്കേഷനിലൂടെയാണ് ഓർഡർ ചെയ്തത്. വലിയ താമസമില്ലാതെ തന്നെ TTR എത്തി ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ ഭൂപ്രകൃതിയും വീടുകളുടെ നിർമ്മാണ രീതിയിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. തമിഴ്നാട്ടിൽ കാര്യമായിട്ട് മഴ പെയ്യാറില്ലെങ്കിലും ഈ ട്രെയിൻ യാത്രയിൽ കുറച്ചു നേരം മഴയൊക്കെ കണ്ടാണ് ഞങ്ങൾ പോയത്. വൈകുന്നേരം ചുവന്ന ആകാശത്തിന് കീഴെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ജലാശയത്തിന് മുകളിലൂടെയുള്ള ട്രെയിൻ യാത്ര ആദ്യത്തെ അനുഭവമായിരുന്നു. അങ്ങനെ 24 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ട്രെയിൻ ഉച്ചയ്ക്ക് 12:30 സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിലെത്തി. സിക്കന്ദരാബാദിൽ ആർമി ക്യാമ്പ് ഉള്ളതുകൊണ്ടാവണം റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് പട്ടാളക്കാരെ കാണാൻ സാധിച്ചു. റെയിൽവേ സ്റ്റേഷനിലായി അന്തരീക്ഷ ഈർപ്പത്തെ വെള്ളമാക്കി വിതരണം ചെയ്യുന്ന മേഘ്ദൂത് എന്നൊരു കൗണ്ടർ കാണാം. സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടു മുന്നിലായി തന്നെ ടാക്സി സ്റ്റാൻഡുണ്ട്. അവിടുത്തെ ചൂടിനൊരു ആശ്വാസമായി വലിയ താമസമില്ലാതെ തന്നെ ഒരു മഴ പെയ്യാൻ തുടങ്ങി. ഒരു ഹോട്ടലിൽ കയറി 2 ചൂട് വടയൊക്കെ കഴിച്ചിട്ട് സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെയായി ഞങ്ങൾ റൂം എടുത്തു. സാഗർ ഗ്രാൻഡ് ഡിലക്സ് എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. 1500 രൂപയാണ് റൂമിന് ബുക്കിംഗ് ഫീസ് ആയത്. ഒന്ന് ഫ്രഷ് ആയ ശേഷം ഹോട്ടലിന് തൊട്ടു മുൻപുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഹൈദരാബാദിൽ എത്തുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും നല്ല വിലക്കുറവിൽ വളരെ രുചികരമായ ഫുഡാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പിറ്റേന്ന് രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച ശേഷം റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള സിക്കന്ദരാബാദ് ഈസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോയ്ക്ക് കയറിയാണ് ഫിലിം സിറ്റി കാണാൻ പോയത്. LB നഗർ എന്ന സ്റ്റോപ്പ് വരെ മെട്രോയ്ക്കും അവിടുന്ന് പിന്നെ ഫിലിം സിറ്റി വരെ ബസ്സിനുമാണ് നമുക്ക് പോകേണ്ടത്. ഇതുപോലെ ഒരു കോയിനാണ് ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയത്. ആദ്യം മെട്രോ കയറിയ സ്ഥലത്തു നിന്നും അമീർപേട്ട് വരെ എത്തിയ ശേഷം അവിടെ നിന്ന് വേറെ മെട്രോ കയറി വേണം LB നഗർ പോവാൻ. ഹൈദരാബാദ് മെട്രോ റെഡ് ലൈൻ, ഗ്രീൻ ലൈൻ, ബ്ലൂ ലൈൻ എന്നിങ്ങനെ 3 ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഈ 3 ലൈനും തമ്മിൽ ഇന്റർ കണക്റ്റഡുമാണ്. മെട്രോ ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ആദ്യം കിട്ടിയ കോയിൻ ഇട്ടാൽ മാത്രമേ ഇറങ്ങി പോകാൻ പറ്റൂ. മെട്രോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നിലേക്ക് നടന്നാൽ ബസ് സ്റ്റോപ്പ് എത്തും. അവിടെ നിന്ന് മജീദ്പൂറിനുള്ള ബസ്സിനാണ് ഫിലിം സിറ്റി വഴി പോകുന്നത്. ബസ്സിൽ കയറി മജീദ്പൂറിനാണ് ടിക്കറ്റ് എടുത്തത്. ശരിക്കും രാമോജി ഫിലിം സിറ്റിക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. മജീദ്പൂർ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ്. ഹൈദരാബാദിലെ സാധാരണക്കാരുടെ ജീവിതം ഒരു ബസ് യാത്രയിലൂടെ നമുക്ക് കാണാം. ജോലിക്ക് പോകുന്നവരും കോളേജിൽ പോകുന്നവരും കൂടാതെ സ്വന്തം കൃഷിയിടത്തിലെ പച്ചക്കറികൾ വിൽക്കാൻ പോകുന്ന ചേച്ചിമാരെയും എല്ലാം നമുക്ക് കാണാം. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഫിലിം സിറ്റിയുടെ മുന്നിലെത്തി. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഫിലിം സിറ്റിയുടെ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി പൂരിയും കറിയും കഴിച്ചു.
ഫിലിം സിറ്റിയുടെ സ്വർണ്ണ നിറത്തിലുള്ള കവാടത്തിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് പഴയതും പുതിയതുമായ സിനിമകളുടെ ഓർമ്മകൾ പതിച്ച ചിത്രങ്ങൾ നമുക്ക് കാണാം. 1593 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് മുന്നോട്ട് നടന്ന് റാമോജി ഫിലിം സിറ്റിയുടെ ബസ്സിലാണ് നമ്മൾ കാഴ്ചകൾ കാണാനായി പോകുന്നത്. കുറച്ചു ദൂരം പിന്നിട്ട് കഴിയുമ്പോൾ നമ്മളെ ഈ ബസ്സിൽ നിന്ന് മറ്റൊരു ബസ്സിലേക്ക് കയറ്റും. ആ ബസ്സിൽ നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് തരാൻ ഒരു ഗൈഡും ഉണ്ടാവും. യുറേക്ക എന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിലിം സിറ്റി എന്ന മഹാത്ഭുതത്തിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ യാത്ര ആരംഭിക്കുന്നു. മലയാള സിനിമയായ ഡാർലിംഗ് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഈ കാണുന്ന കരിഷ്മ ഗാർഡൻ. ഡാൻസ് ചെയ്യുന്ന നടിയുടെ സാരിയുടെ അതേ കളറിലുള്ള പുഷ്പങ്ങൾ ഇവിടെ വെച്ചു പിടിപ്പിക്കുമെന്നതാണ് ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകത. ഒത്തിരി പഴയതും പുതിയതുമായ സിനിമയ്ക്ക് ഇന്ത്യൻ പശ്ചാത്തലം നൽകിയ തെരുവുകളുടെ ലൊക്കേഷനാണിത്. അല്ലു അർജുൻ്റെ അപ്കമിംഗ് മൂവിയായ പുഷ്പ 2 വേണ്ടി ഒരുക്കുന്ന ലൊക്കേഷനും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. തമിഴ് സിനിമാ നടനും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന MGRന്റെ പെയിന്റിംഗ് ഏതോ സിനിമാ ലൊക്കേഷനിൽ വരച്ചിരിക്കുന്നത് കാണാം. പല സിനിമകളുടെയും ഷൂട്ടിങ്ങിനായി സെറ്റുകൾ ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള വലിയ ഗോഡൌണുകളുടെ ഉള്ളിലാണ്. സിനിമകളിൽ ജയിൽ പശ്ചാത്തലമാണ് ഈ കാണുന്നത്. ഇവിടെ തന്നെ തടവ് പുള്ളികൾ ഇരുമ്പഴികൾ ഇളക്കുന്നതിനെയും പോലീസ് സൈറന്റെയും ഒക്കെ ശബ്ദം നമുക്ക് കേൾക്കാം. ഒരു ജയിലിൻ്റെ യഥാർത്ഥ പ്രതീതി നമുക്കിവിടെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഏതോ സിനിമാ സെറ്റിന് വേണ്ടി മരക്കൊമ്പുകൾ ഇറക്കുന്നതെല്ലാം ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു. നമ്മളെ ആദ്യമായി ബസ്സിൽ നിന്ന് ഇറക്കി കാണിക്കുന്നത് ഭാഗവതം സെറ്റാണ്. അകത്തേക്ക് കയറുമ്പോൾ ഒരു പഴയകാല രാജസദസ്സ് നമുക്ക് കാണാം. സിനിമയിലെ ഹിന്ദി സിനിമാ ഡയലോഗുകൾക്ക് തലയാട്ടുന്ന പ്രതിമകളെ ഈ സെറ്റ് നമുക്ക് കാണാം. അവിടെ നിന്നിറങ്ങുമ്പോൾ തൊട്ടു മുന്നിലായി കാണുന്നത് ഒരു റെയിൽവേ സ്റ്റേഷന്റെ മിനിയേച്ചറാണ്. തടി കൊണ്ട് നിർമ്മിച്ച ട്രെയിൻ ബോഗികളൊക്കെ ഇവിടെ കാണാം. വീണ്ടും ബസ്സിൽ കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. അടുത്തതായി നമ്മൾ പോകുന്നത് ഇന്ത്യൻ സിനിമയെ ലോകത്തിൻ്റെ ഉച്ചിയിലെത്തിച്ച ബാഹുബലി സിനിമയുടെ സെറ്റിലേക്കാണ്. സെറ്റിൽ കയറുന്നതിന് മുൻപേ സെറ്റിൻ്റെ ഒരു മിനിയേച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഈ കവാടത്തിലൂടെയാണ് നമ്മൾ മഹിഷ്മതി സാമ്രാജ്യത്തിലേക്ക് കടക്കുന്നത്. ബാഹുബലി സിനിമയിൽ നമ്മൾ കാണുന്ന സിംഹാസനങ്ങൾ, രഥം, യുദ്ധോപകരണങ്ങൾ തുടങ്ങിയ കാഴ്ചകൾ ഇവിടെ കാണാം. ഏതൊരു സിനിമാസ്വാദകനും കൗതുകം പകരുന്ന കാഴ്ചകളാണ് ഇവിടെയെല്ലാം माहिष्मती अश्वदलम अभिमुखम महाराज वंदनम
ചക്രവർത്തി ആഗമനം. ബാഹുബലി സെറ്റിന്റെ തൊട്ടടുത്തായി തന്നെ ബാഹുബലി ബിരിയാണി ചലഞ്ച് ഉണ്ട്. ദേവസേന ബിരിയാണി, കട്ടപ്പ ബട്ടൂര, മഹിഷ്മതി പറാത്ത തുടങ്ങിയവയാണ് ഇവിടുത്തെ സ്പെഷ്യൽസ്. ഫിലിം സിറ്റിയിൽ അങ്ങിങ്ങായി ഒരുപാട് ഫുഡ് കോർണറുകൾ കാണാം. ഇവിടെയെല്ലാം നമ്മൾ എക്സ്ട്രാ ക്യാഷ് കൊടുത്തു വേണം ഫുഡ് മേടിക്കാൻ. എല്ലാം നല്ല കോസ്റ്റ്ലിയാണ്. എല്ലാ ഫിലിം സെറ്റിൻ്റെയും അടുത്ത് ആ സിനിമയുമായി ബന്ധപ്പെട്ട ക്രാഫ്റ്റ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളുമുണ്ട്. അവിടെ നിന്നും അടുത്ത ബസ്സിന് കയറി നമ്മൾ സാഹസ് എന്ന അഡ്വഞ്ചർ പാർക്കിലാണ് എത്തുന്നത്. ഇവിടെ കുട്ടികൾക്കുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നീട് എത്തിച്ചേരുന്നത് VFXന്റെ മായാലോകത്തിലേക്കാണ്. നമ്മൾ സിനിമയിൽ മാത്രം കണ്ടു ശീലിച്ച VFXന്റെ പുറകിലെ ടെക്നോളജി ഇവിടെ വിവരിച്ചു തരുന്നു. Now look at the front and the top. ऊपर देखिए, you can see the cameras. आप जो cameras देख रहे हैं, this all are the OptiTrack cameras. ये सारे. Now look at the artist. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ക്രോമ സ്ക്രീനിൽ കൂടി നടക്കുന്ന നമ്മളെ മറ്റൊരു ലൊക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടു മുന്നിൽ റോഡിന്റെ ഇരുവശത്തുമായി യൂറോപ്യൻ പശ്ചാത്തലത്തിലുള്ള കെട്ടിടങ്ങൾ കാണാം. ഈ വഴിയിലൂടെ നടന്ന് ഒരു ഹോസ്പിറ്റൽ സെറ്റിലേക്ക് നമ്മൾ എത്തുന്നു. അവിടെ നിന്ന് അടുത്തതായി എയർപോർട്ടിലെയും ഫ്ലൈറ്റിനകത്തെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ലൊക്കേഷനിലേക്കാണ് പോയത്. ഒരു വലിയ കെട്ടിടത്തിന്റെ ഒരു സൈഡ് ഹോസ്പിറ്റലായും മറു സൈഡ് വിമാനത്താവളമായും നിർമ്മിച്ചിരിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ അകത്ത് ഒരു വിമാനത്തിനുള്ളിലെ ഭാഗങ്ങൾ ചിത്രീകരിക്കാൻ സാധിക്കും. Romeo, this is the tower of 229.88. Shut yourself. 2 is now boarding. All passengers, please proceed to the gate. So much for flying with us. On our final approach, please make sure your seat exit. അവിടെ നിന്നും വണ്ടിയിൽ കയറി നമ്മൾ രാജസ്ഥാനിലെ കൊട്ടാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഹവാ മഹലിലേക്ക് എത്തും. സൂര്യവംശം, ഹം ദിൽ കെ ചുകേ സനം, സർക്കാർ രാജ് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളിലെ രംഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഹവാ മഹലിൽ നിന്നും ഒരു കോളേജ് ഔട്ട്ഡോർ ഓഡിറ്റോറിയം സെറ്റ് കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ജാപ്പനീസ് ഗാർഡനിലേക്കാണ്. ജാപ്പനീസ് ശൈലിയിലുള്ള നിർമ്മിതികൾ നമുക്കിവിടെയെല്ലാം കാണാൻ സാധിക്കും. ഈ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ഒരുപാട് ചിത്രശലഭങ്ങളുള്ള ബട്ടർഫ്ലൈ പാർക്കിൽ നമ്മളെത്തും. ഇവിടെ ചിത്രശലഭങ്ങളെ പറ്റിയുള്ള കുറച്ച് പഠനങ്ങൾ കാണാം.
കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചിത്രശലഭങ്ങൾ പാറിപ്പറക്കുന്ന ചെറിയൊരു ഗാർഡനും നമുക്ക് കാണാം. വിങ്സ് എന്നു പേരുള്ള ചെറിയൊരു പക്ഷി സങ്കേതത്തിലാണ് നമ്മൾ അടുത്തതായി എത്തുന്നത്. മുൻപ് കണ്ടിട്ടില്ലാത്ത വിവിധതരം പക്ഷികളെ ഇവിടെ നമുക്ക് കാണാം. ബുദ്ധമത അന്തരീക്ഷമുള്ള കൃപാലു കേവ്സിലേക്കാണ് നമ്മൾ അടുത്തതായി ചെല്ലുന്നത്. ശ്രീബുദ്ധന്റെ ഒരു പ്രതിമ ഈ ഗുഹകൾക്ക് മുന്നിൽ കാണാം. ഈ ഗുഹയ്ക്കകത്തേക്ക് കയറുമ്പോൾ ധ്യാനിക്കുന്ന ബുദ്ധപ്രതിമകളെ കാണാൻ സാധിക്കും. ശില്പങ്ങൾ കൊത്തുന്ന ഒരു കൽപ്പണിക്കാരന്റെ പ്രതിമയും ഫണം വിടർത്തി നിൽക്കുന്ന ഒരു സർപ്പത്തിന്റെ കാഴ്ചയും കണ്ട് അകത്തേക്ക് കിടക്കുമ്പോൾ ഓരോ 1 മിനിറ്റിലും ചെറിയൊരു ഷോ നടക്കുന്നത് നമുക്ക് കാണാം. കൃപാലു കേവ്സിൽ നിന്ന് പുറത്തേക്ക് കിടന്ന് വാമൻ എന്നൊരു ബോൺസായി ഗാർഡൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് സൗണ്ട് ഫൗണ്ടൈൻ കണ്ട് അടുത്ത ബസ് കയറിയെത്തിയപ്പോൾ ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടു. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന ഷോയ്ക്കാണ് നമ്മൾ അടുത്തതായി കയറുന്നത്. ലൈറ്റും നിയോൺ കളേഴ്സും ഉപയോഗിച്ചിട്ടുള്ള ഒരു സിനിമാറ്റിക് ഷോയാണിത്. ഒരു സിനിമയുടെ ഷൂട്ടിംഗ്, സൗണ്ട് എഫക്ട്സ്, എഡിറ്റിംഗ്, സിനിമയ്ക്ക് പുറകിലുള്ള സാങ്കേതിക വിദ്യയുടെ ഒരു ചെറിയ ഡെമോ എന്നിവ കാണിക്കുന്ന മൂവി തിയേറ്റർ എന്ന ഷോയിലാണ് നമ്മൾ അടുത്തതായി കയറിയത്. കാണികളിൽ നിന്ന് 3 പേരെ വിളിച്ച് അവരെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. Either red color bikes. चलो perfect. So stars ready. So और चेहरे पे थोड़ा टेंशन क्योंकि आप ऑलरेडी इस कैमरा के थ्रू बड़े पर्दे पे आ गए हो. There keep on accelerating. Yes. And sir from UK कहाँ जा रहे हो? पीछे बीवी. This is named after a very famous. Yes.
wind, hawa. Very sure, Varsham. So what's this very small clip right now? For better understanding. ये हमारा बाइक सच में चल रहा है. So ladies and gentlemen, अगली बार कोई मूवी में പല സിനിമാ ജോണറിലൂടെയുള്ള ഒരു ജിന്നിൻ്റെ യാത്രയാണ് നമ്മുടെ അടുത്ത റൈഡ്. സ്പേസ് യാത്ര എന്ന ഈ റൈഡിൽ നമ്മൾ സ്പേസിലേക്ക് പോവുകയാണ്. മുന്നിലുള്ള സ്ക്രീനിലെ മൂവ്മെന്റിനനുസരിച്ച് ചലിക്കുന്ന സീറ്റുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. మీ స్థాన్ పర్ హీ బైఠే నా ఉంటే తెచ్చుకునే వరకు కూర్చో. Engage space flight. അവിടെ നിന്ന് വൈൽഡ് വെസ്റ്റ് സ്റ്റണ്ട് ഷോ നടക്കുന്ന കൗബോയ് സിനിമകളുടെ പശ്ചാത്തലമുള്ള ലൊക്കേഷനിലെത്തിയെങ്കിലും അവിടെ ഷോ 4:45 അതിനാൽ അത് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അവിടെ നിന്നും തിരികെ മെയിൻ എൻട്രൻസിലേക്ക് ഫിലിം സിറ്റിയുടെ ബസ്സിൽ തന്നെ നമുക്ക് എത്താൻ സാധിക്കും. ഹോളിവുഡിനെ അനുസ്മരിപ്പിക്കുന്ന റാമോജി ഫിലിം സിറ്റിയുടെ ആ വലിയ ബോർഡ് ഇനി എന്നും മനസ്സിൽ പതിഞ്ഞു കിടക്കും. ഏകദേശം 1666 ഏക്കറിലായിട്ടാണ് ഫിലിം സിറ്റി മുഴുവനുള്ളത്. ഒരു ദിവസം മുഴുവൻ നടന്ന് ചുറ്റിക്കാണാനുള്ള ഫിലിം സിറ്റി പറ്റുന്നവരൊക്കെ പോയി കാണാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും. ഫിലിം സിറ്റി കണ്ടിട്ട് പിറ്റേന്ന് സിക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ശബരി എക്സ്പ്രസ്സിന് തന്നെ തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ സാധിക്കും. കൂടുതൽ യാത്രാനുഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.